صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور يسعى ليعمر دنياه وهو رقيق الطبع صبور الإسلام سلام فينا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായിട്ടുള്ള നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഈ സെഷനിൽ പരിശുദ്ധ ഖുർആനിലെ 17ാമത്തെ ജുസ് ആണ് നമ്മൾ ചർച്ചക്കെടുത്തിരിക്കുന്നത്. 16 ജുസുകൾ നമ്മളെല്ലാവരും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആമുഖം നീട്ടിക്കൊണ്ടു പോകാതെ തന്നെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 17ാമത്തെ ജുസുയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലെ 21ാമത്തെയും 22ാമത്തെയും അധ്യായങ്ങളായിട്ടുള്ള സൂറത്തുൽ അംബിയ, അതുപോലെ സൂറത്തുൽ ഹജ്ജ് എന്നീ 2 അധ്യായങ്ങളാണ്. സൂറത്തുൽ അംബിയയുടെ പ്രത്യേകതകൾ: പരിശുദ്ധ ഖുർആനിൻ്റെ 21ാമത്തെ അധ്യായം, അതിൽ 112 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. സൂറ മക്കിയാണ് സൂറത്തുൽ അംബിയ. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും സംഭവങ്ങളും മറ്റും പ്രതിപാദിച്ചിട്ടുള്ള ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ അംബിയ എന്നുള്ളത്. അതിൻ്റെ തുടക്കത്തിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യൻ അവൻ്റെ ആയുഷ്കാലത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള സകല കൃത്യങ്ങളെക്കുറിച്ച് സവിസ്തരണം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന താക്കീതോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അവിശ്വാസികളായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനല്ലെന്നും ജാലവിദ്യക്കാരനാണെന്നും കവിയാണെന്നും കള്ളം കെട്ടിപ്പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ മുമ്പ് വഹി നൽകപ്പെട്ടുകൊണ്ട് റസൂലുകളായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും മനുഷ്യരായിരുന്നു എന്നും പുരുഷന്മാരായിരുന്നു എന്നും ആരും സ്ത്രീകളായിരുന്നില്ല എന്നും മനുഷ്യ സഹജമായിട്ടുള്ള ഭക്ഷണവും മുതലായ ആവശ്യങ്ങളും മരണവും അവരെ ബാധിച്ചിരുന്നു എന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. 11 തൊട്ട് 15 വരെയുള്ള ആയത്തുകളിൽ പ്രവാചകന്മാരുടെ ഉപദേശവും താക്കീതും ചെവി കൊടുക്കാതെ പരിഹസിച്ചും അഹങ്കരിച്ചും നടന്ന സത്യനിഷേധികളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവർ പറയുമായിരുന്നു, ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ, ഇതെന്റെ നാശമേ എന്ന് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുന്ന സാഹചര്യത്തിൽ പറയും. 16 തൊട്ട് 18 വരെയുള്ള ആയത്തുകളിൽ ആകാശഭൂമികളിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സർവചരാചരങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് വെറുതെയല്ല എന്നും ഗൗരവമേറിയിട്ടുള്ള ചില ലക്ഷ്യങ്ങളോട് കൂടിയാണ് അവയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗത്തുള്ളത്. 19 തൊട്ട് 29 കൂടിയ വചനങ്ങളിൽ സർവവസ്തുക്കളുടെയും ഉടമസ്ഥത, നിയന്ത്രണം, കൈകാര്യം, ജീവിതം, മരണം, ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും പങ്കുമില്ലെന്നും അല്ലാത്ത മറ്റൊരു ഇലാഹ് ആകാശഭൂമികളിൽ ഉണ്ടാകുവാൻ നിവൃത്തിയില്ലെന്നും ആരാധനക്കർഹനായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് എന്നും അതുപോലെ തന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണെന്ന വാദത്തിനെ ഖണ്ഡിക്കുന്ന ആയത്തുകളും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ 30 തൊട്ട് 33 തുടങ്ങുന്ന വചനങ്ങളിൽ സൃഷ്ടികർത്തൃത്വത്തിലെ ഏകത്വവും രക്ഷാകർത്തൃത്വത്തിലെ ഏകത്വവും ആരാധ്യതയിലെ ഏകത്വം എന്നിവയ്ക്ക് തെളിവായി ഉദ്ധരിക്കുന്ന ആയത്തുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 34 തൊട്ട് 37 കൂടിയ ആയത്തുകളിൽ വചനങ്ങളിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അവസാനിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശല്യം തീരുമെന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളുകൾ അവർ വിചാരിച്ചിട്ടുള്ളത് അവരെന്നെന്നും മരണപ്പെടാതെ ശേഷിക്കുമെന്ന ഒരു ഭാവത്തിലായിരുന്നു അവർ നിന്നിരുന്നത്. അവർക്ക് താക്കീതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിറങ്ങുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള താക്കീത്.
38 തൊട്ട് 50 കൂടിയ വചനങ്ങളിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പരിഹാസത്തോടുകൂടി പ്രവാചകനോട് ചോദിക്കാറുണ്ടായിരുന്നു, എപ്പോഴാണ് അന്ത്യസമയവും ശിക്ഷയും ഉണ്ടാകാൻ പോകുന്നത് എന്നും ഇതൊന്നും നശിക്കുകയില്ല എന്നും ഇതെല്ലാം അവരുടെ കുത്തകയാണ് എന്നും സ്വപ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുമായിരുന്നു. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ വിപത്തുകൾ അവരുടെ ആരാധ്യന്മാർക്ക് തടുക്കുവാൻ കഴിയില്ലെന്നും അള്ളാഹുവിന്റെ സൈന്യമായ സജ്ജനങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹു നൽകുന്ന സ്വാധീനങ്ങളെയും വിജയങ്ങളെയും ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമക്ക് തൗറാത്തും ദിവ്യബോധനവും ലഭിച്ചിരുന്നു എന്ന് വിവരം യഹൂദർ വഴി അറബികൾ അറിഞ്ഞിരുന്നു. അതവർ നിഷേധിച്ചിട്ടില്ല. എന്നാൽ മറ്റേത് ഗ്രന്ഥത്തെക്കാളും കൂടുതൽ ഉത്കൃഷ്ടവും മഹത്വവുമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്നിട്ടും നിങ്ങൾ നിഷേധിക്കുകയാണോ എന്ന അള്ളാഹുവിന്റെ ചോദ്യം കൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. 50 തൊട്ട് 70 കൂടിയ ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. വിഗ്രഹാരാധനയുടെ പൊള്ളത്തരത്തെക്കുറിച്ച് തന്റെ സമുദായത്തോട് പറയുന്ന സാഹചര്യത്തിൽ അവർ മറുപടി പറഞ്ഞിരുന്നത്, ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങളുടെ പിതാക്കൾ അവയെ ആരാധിച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്, അതുകൊണ്ട് ഞങ്ങളും ആരാധിക്കുന്നു എന്നാണ്. ഇന്നത്തെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഖബർ പൂജകളും അതുപോലെ അല്ലാഹു അല്ലാത്ത ആളുകളോട് ആരാധിക്കുന്നതിനെ പറ്റിയിട്ട് അവരോട് ചോദിക്കുന്ന സാഹചര്യത്തിലും അവരും ഇതേ രൂപത്തിലാണ് മറുപടി പറയാറുള്ളത്. ഞങ്ങളുടെ കാരണന്മാർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോടും അവർ മറുപടി പറഞ്ഞത്. ഇതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർക്ക് കൊടുത്ത മറുപടി, നിങ്ങൾ സ്വീകരിച്ചു വരുന്ന ഈ സമ്പ്രദായം തികച്ചും ദുർമാർഗത്തിലേക്കാണെന്നും പാരമ്പര്യമായി അനുവർത്തിക്കപ്പെട്ടതൊന്നും സന്മാർഗത്തിലാക്കുകയില്ല എന്നും താക്കീത് നൽകുകയാണ്. അങ്ങനെ അന്ധവിശ്വാസങ്ങളോട് സമരം നടത്തുന്ന മുജാഹിദുകൾക്ക് നായകനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരണം മുന്നിൽ കണ്ട ആ ഒരു സാഹചര്യത്തിൽ ആ നാട്ടിലുള്ള അന്നത്തെ ഏറ്റവും വലിയ വിഗ്രഹത്തോട് പോയി യാചിക്കാൻ പോയില്ല. ഞാൻ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാം എന്ന് പറഞ്ഞില്ല. മറിച്ച് മരണം മുന്നിൽ കണ്ട സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്നാണ്. എനിക്ക് ഭരമേൽപ്പിക്കാൻ എനിക്ക് എൻ്റെ റബ്ബ് മാത്രം മതി എന്നുള്ള ഉച്ചൈശ്വരമുള്ള പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. അതിന് അള്ളാഹുവിന്റെ സഹായമായിട്ട് ഇറങ്ങുകയാണ്. ഖുൽനാ യാ നാറു കൂനി ബർജൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. 71 തൊട്ട് 75 വരെയുള്ള വചനങ്ങളിൽ ലൂത്ത് നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദരൻ ഹാറാന്റെ മകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബിക്ക് ഇസ്ഹാഖ് നബിയെ മകനായിട്ടും യാക്കൂബ് നബിയെ മകന്റെ മകനായും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്ന് പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമുദായം സ്ത്രീകൾക്ക് പകരം പ്രകൃതി വിരുദ്ധ നിലയിൽ പുരുഷ സംസർഗം കൊണ്ട് കാമവൃത്തി വരുത്തുക എന്ന വൃത്തികെട്ട സമ്പ്രദായം സ്വീകരിച്ചിരുന്നു. നമുക്ക് കാണുവാൻ ഇന്നത്തെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ലിബറൽ വാദികളുടെയും ഈ ദുശ്ചെയ്തിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു പറ്റം ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ രാജ്യത്തെ തല കീഴായി മറിച്ചുകൊണ്ടായിരുന്നു അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങതി എന്നാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. 76, 77 വചനങ്ങളിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. 78 തൊട്ട് 82 കൂടിയ ആയത്തുകളിൽ ദാവൂദ് നബി അലൈഹിസ്സലാമയുടെയും സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെയും ചരിത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇസ്രായേൽ ജനതയിൽ പ്രവാചകന്മാരും രാജാക്കളുമായിരുന്ന 2 ആളുകളാണ് ദാവൂദ് നബിയും മകൻ സുലൈമാൻ നബിയും. ഒരു കൂട്ടരുടെ ആടുകൾ രാത്രി മറ്റൊരു കൂട്ടരുടെ വിളകൾ നശിപ്പിച്ചതുമായി വിഷയത്തിൽ 2 പേരും പറഞ്ഞ വിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള കഴിവുകളെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. 83, 84 വചനങ്ങളിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാം അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളിൽ ഒരിക്കൽ പോലും അള്ളാഹുവിനോട് പരാതി പറയുകയോ വിമർശിക്കുകയോ അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടില്ല. അൻത അർഹമുർ റാഹിമീൻ, അള്ളാഹുവേ നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച്
ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് എന്നാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. 85, 93 വചനങ്ങളിൽ ഇസ്മായിൽ അലൈഹിസ്സലാം, ദുൽകിഫിൽ അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മറിയം ബീവി എന്നിവരെ കുറിച്ചാണ് ഈ വചനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ദുന്നൂൻ, മത്സ്യക്കാരൻ അഥവാ മത്സ്യത്തിന്റെ ആള് എന്നാണ് യൂനുസ് നബി അലൈഹിസ്സലാമയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയിട്ടുള്ള യൂനുസ് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ്. ഇതിന്റെ അവസാന ഭാഗത്ത് മറിയം ബീവിയെ കുറിച്ചും അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. 93, 97 വചനങ്ങളിൽ മനുഷ്യന്റെ ഭിന്നിപ്പും ദുരവസ്ഥയും ഒരു അതിർത്തി വരെ മാത്രമേ നിലനിൽക്കുള്ളൂ എന്നും ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഭൂമിയിൽ യഅജൂജ് മഅജൂജ് വരുമെന്നും ഭൂമിയുടെ എല്ലാ മുക്കിലും മൂലയിലും അവർ പാഞ്ഞെത്തുകയും നാട്ടിൽ കുഴപ്പവും അരാജകത്വവും ഉണ്ടാക്കുമെന്ന് ഈ ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. 98 മുതൽ 112 ആയത്ത് വരെ വചനങ്ങളിൽ അവസാനം വരെ ഖിയാമത്ത് നാളിൽ ആകാശത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും ചുരുട്ടിപ്പിടിക്കുന്ന അവസ്ഥയെ പറ്റിയിട്ടും സജ്ജനങ്ങളായ ആളുകൾക്ക് ഈ ഭൂമിയിൽ നേതൃത്വവും പ്രാതിനിധ്യവും സ്വാധീനവും പ്രതാപവും ലഭിക്കുമെന്ന് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തുള്ളവർക്കാകമാനം മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന സന്ദേശവും ഈ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ 17-ാമത്തെ ജുസയിലെ 2-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹജ്ജ്. സൂറ അൽ ഹജ്ജിലെ 78 വചനങ്ങളാണ് മുഴുവനായിട്ടുമുള്ളത്. 52, 55 ആയത്തുകൾ മക്കയുടെയും മദീനയുടെയും ഇടക്ക് വെച്ച് അവതരിച്ചതും ബാക്കി മദീനയിൽ അവതരിച്ചതാണ് എന്നും അതുപോലെ 19 മുതൽ 24 വചനങ്ങൾ ഒഴിച്ച് ബാക്കി മദീനയിൽ അവതരിച്ചതാണ് എന്നും അഭിപ്രായങ്ങളുണ്ട്. മിക്കവാറും വചനങ്ങൾ മദനിയും ബാക്കി മക്കിയുമാണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയായിട്ടുള്ളത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഇതിലെ സൂറത്തുൽ ഹജ്ജിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ലോകസമാന സമയത്ത് നടക്കുന്ന അതിഭയാനകരമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ബനൂ മുസ്തലഖ് യുദ്ധ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും സ്വഹാബത്തിനെ ഓതിക്കേൾപ്പിച്ചപ്പോൾ അവർ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അത്രയധികം കരഞ്ഞിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. 5 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്നും സങ്കീർണമായിട്ടുള്ള മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടത്തെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ഈ വചനങ്ങളിൽ പറയുന്നുണ്ട്. 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ ഖുർആനെയും നബിശര്യകളെയും അവഗണിച്ച് അതിനെതിരായി പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കളുടെയും അവരെ അനുകരിച്ചു വഴിപിഴച്ചു പോകുന്ന അനുയായികളെയും കുറിച്ചാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. 11 തൊട്ട് 18 വരെയുള്ള വചനങ്ങളിൽ മതത്തിൽ അടിയുറപ്പും വിശ്വാസത്തിൽ സ്ഥിരതയുമില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അവർക്ക് സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമാണ് വരുന്നത് എങ്കിൽ അവർ സംതൃപ്തരാകുകയും ശാരീരികമോ മാനസികമോ സാമ്പത്തികമായോ വല്ല ദോഷവും വന്നാൽ അവർ അവിശ്വാസത്തിലേക്കും ദുർനടപ്പിലേക്ക് പോകുമെന്നും ഈ ഭാഗം വ്യക്തമാക്കുന്നു. തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ആയത്തുമായിട്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. 19 മുതൽ 24 കൂടിയ വചനങ്ങളിൽ 2 കക്ഷികളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതൊന്ന് വേദക്കാരും മുസ്ലിങ്ങളുമാണ് എന്നും ബദർ യുദ്ധത്തിൽ സത്യവിശ്വാസികളുടെ ഭാഗത്ത് ദ്വന്ദ്വ യുദ്ധം നടത്തിയിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു എന്നിവരും അവരുടെ എതിരിൽ മുന്നിട്ട് വന്ന ഉത്ബ, ഷൈബ, വലീദ് എന്നിവരാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ 25 തൊട്ട് 37 തുടങ്ങിയ വചനങ്ങളിൽ പരിശുദ്ധമായിട്ടുള്ള കഅബ ഷരീഫിനെ കുറിച്ചും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെക്കുറിച്ചും പരിശുദ്ധമായിട്ടുള്ള ബലികർമ്മത്തെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുപോലെ 38 മുതൽ 41 കൂടിയ ആയത്തുകളിൽ മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി നൽകുന്നതിൽ ആദ്യമായി അവതരിപ്പിച്ചിട്ടുള്ള ആയത്തും ഈ ഭാഗത്താണ്. 42 കൂടി 57 വരെയുള്ള ആയത്തുകളിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ പ്രബോധനം നടത്തുന്ന അവസരങ്ങളിലെല്ലാം
പിശാച് അവന്റെ വകയായി ദുർബോധനം നടത്താറുണ്ട് എന്നും ഇന്ന് ബാഹ്യമായി ചില അധികാര ശക്തികൾ നിലവിലുണ്ടെങ്കിലും ഖിയാമത്ത് നാളിൽ സർവ്വ അധികാരങ്ങളും ഏക ഇലാഹായ അള്ളാഹുവിന് മാത്രമായിരിക്കും എന്ന മുന്നറിയിപ്പോടുകൂടിയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. 58 മുതൽ 66 കൂടിയിട്ടുള്ള വചനങ്ങളിൽ ഹിജ്റയെ കുറിച്ചും ഏറ്റവും നല്ല മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തിരഞ്ഞെടുത്തു കൊടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഏതൊരു ദുശക്തിയെയും വകവെക്കാതെ സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗങ്ങളിൽ ഉപദേശിക്കുന്നുണ്ട്. 67 മുതൽ 70 വരെയുള്ള ആയത്തുകളിൽ ഓരോ കാലഘട്ടത്തിന്റെയും സമുദായത്തിന്റെയും പരിതസ്ഥിതിക്കനുസരിച്ച് കർമ്മമുറകളും അനുഷ്ഠാന മാർഗങ്ങളും നൽകപ്പെടുകയും പിന്നീട് അന്ത്യപ്രവാചകൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ഏറ്റവും പരിപൂർണവും പരിഷ്കൃതവും ശാശ്വതവുമായിട്ടുള്ള അനുഷ്ഠാന മുറകൾ നൽകുകയും ചെയ്തതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത്. 71 മുതൽ 76 കൂടിയ വചനങ്ങളിൽ ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നും ആ നിസ്സാരമായ ജീവി ആ വിഗ്രഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ പോലും അത് മടക്കി വാങ്ങാൻ പോലും അവർക്ക് സാധ്യമാകില്ല എന്ന് പ്രസ്താവിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ. അതുപോലെ അവസാനമായിട്ട് ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിന്റെ അവസാന ഭാഗങ്ങളിൽ ഈ കാര്യങ്ങളോട് കൂടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളെ പരിസമാപ്തി കുറിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായിട്ടുള്ള പഠിതാക്കളെ, ഖുർആനിനെ നെഞ്ചിലേറ്റിയിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകളെ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൂടുതൽ കൂടുതൽ ഗ്രഹിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ജുസ് 17 വളരെ പ്രസക്തമായ 3 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. വളരെ വിശാലമായി സംസാരിക്കേണ്ട ഒരു ഭാഗം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ജുസ്ഇൽ ആ ഒരു പേരിൽ തന്നെ ഒരു സൂറത്ത് നിലകൊള്ളുന്നുണ്ട്. ഹജ്ജിനെ സംബന്ധിച്ച് സൂറത്ത് ഹജ്ജിലെ 26 മുതൽ 35 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ വിഷയം ബലികർമ്മമാണ്. അതും സൂറ ഹജ്ജിലെ 36-37 വചനങ്ങളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഹിജ്റയെ സംബന്ധിച്ച് 3 ആയത്തുകളിൽ സൂറ ഹജ്ജിൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഹജ്ജിനെ സംബന്ധിച്ച്, ബലികർമ്മത്തെ സംബന്ധിച്ച് മറ്റു പല സൂറത്തുകളിലും അള്ളാഹു സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ കർമ്മം അത് ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്.
മറ്റു ആരാധനകളിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള ഒരു ആരാധനയാണ് ഹജ്ജ് കർമ്മം. ഇത് നമുക്ക് സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ പറ്റുന്ന ഒരു കർമ്മമല്ല. മറ്റുള്ള ഇസ്ലാമിലെ കർമാനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ വെച്ച് സൗകര്യമുള്ള സമയങ്ങളിലൊക്കെ നിർവഹിക്കാവുന്നതാണ്. എന്നാൽ അത് മാത്രവുമല്ല, ഇതെല്ലാവർക്കും നിർബന്ധവുമില്ല. വിശുദ്ധ ഖുർആൻ സൂറ ആൽ-ഇംറാനിലെ 97-ാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചതുപോലെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല. ഈ ഒരു ഭവനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള ആളുകൾ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവരുടെ മേൽ ബാധ്യതയാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇത് ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിച്ചാൽ മതി. മറ്റുള്ള കർമ്മങ്ങളിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. ഹജ്ജിനെ സംബന്ധിച്ച് സൂറത്തു ആൽ-ഇംറാനിലെ ഈ 97-ാമത്തെ വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ കേൾപ്പിച്ച സമയത്ത് സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി, മസ്സബീൽ യാ റസൂലല്ലാഹ്, ഈ ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള സബീൽ എന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അസ്സാദു വറാഹില. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാദാണ്, ഭക്ഷണമാണ്. വറാഹില, യാത്രാ സൗകര്യമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് സൗകര്യപ്പെട്ടാൽ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം ജീവിതത്തിൽ ഒരു തവണ, ഒരിക്കൽ മാത്രം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ. ഇതാ അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ സമയത്ത് അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അഫി കുല്ലി ആമിൻ, ഇത് എല്ലാ വർഷവും ഇങ്ങനെ നിർവഹിക്കണമോ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖുൽതുഹാ ലവജബത്, അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അത് നിർബന്ധമായി തീരും, നിങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യേണ്ടി വരും. വലൗ വജബത് ലം തഅമലു ബിഹാ വലം തസ്തതിഉ അൻ തഅമലു ബിഹാ, അങ്ങനെ നിർബന്ധമാക്കിയാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും സാധിക്കുകയില്ല. അൽ ഹജ്ജു മറ, ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലാണ്. ഫമൻ സാദ ഫതതവ്വുൻ, അങ്ങനെ അതിൽ കൂടുതലായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തതവ്വു ആണ്, സുന്നത്താണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുള്ളത്. ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം വളരെ ലളിതമാണ്, വളരെ ലളിതമാണ്. പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജ് ഉദ്ദേശിച്ച, ഉംറ ഉദ്ദേശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളാണ്, ഇതെങ്ങനെ നിർവഹിക്കും. പക്ഷെ നമസ്കാരം പോലെ മറ്റു ആരാധനകളെ പോലെ ഒന്നുമല്ല, വളരെ ലളിതമായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു ആരാധന. കൂടുതൽ പ്രാർത്ഥനകളില്ല, പ്രാർത്ഥനകൾ മനഃപ്പാടമാക്കേണ്ടതില്ല, വളരെ ചുരുങ്ങിയ ചില പ്രാർത്ഥനകൾ. ഇതാണ് ഹജ്ജ്. ശാരീരികമായ അധ്വാനമുണ്ട്, അതാണ് ഹജ്ജിന്റെ മറ്റൊരു പ്രത്യേകത. എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംഗമം ഉദ്ദേശിച്ചത് എന്തിനാണ്? 5 നേരം നമസ്കരിക്കുന്ന ഒരു വിശ്വാസി, കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്ന, ദാനധർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി, ഒരു മാസത്തെ സുദീർഘമായ നോമ്പ് നിർവഹിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒത്തുചേരാനുള്ള അവന്റെ സൃഷ്ടാവുമായി, പ്രപഞ്ചനാഥനുമായി സുദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി, പ്രപഞ്ചത്തിന്റെ നാഥനോടുള്ള, അള്ളാഹുവോടുള്ള അവന്റെ സ്നേഹത്തിന്റെ ആ പരിധി വിടുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിശ്വാസി ആഗ്രഹിച്ചു പോകുന്ന ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി
ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഹജ്ജിന്റെ യുക്തിയെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞത്, ഒരു മനുഷ്യന് അള്ളാഹുവിനോടുള്ള സ്നേഹം അത് കൂടി 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 അവസാനം ഹജ്ജ് എന്ന് പറയുന്ന ഒരു കർമ്മത്തിലേക്ക് വിശ്വാസി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. വളരെ രസകരമായി അദ്ദേഹം ആ കാര്യം അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റബ്ബുമായിട്ടുള്ള സ്നേഹത്തിന്റെ രുചിയറിയാൻ ഒരു വിശ്വാസിക്ക് അള്ളാഹു മാടി വിളിക്കുകയാണ്, എൻ്റെ അടിമകളെ, എന്നോടുള്ള സ്നേഹത്തിന്റെ രുചി അറിയണമോ, നിങ്ങൾ ഹജ്ജിന് വരണം. പരസ്പരമുള്ള സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ അതിന്റെ മാധുര്യം നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തിലേക്ക് നിങ്ങൾ വരണമെന്നാണ് അള്ളാഹു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹജ്ജിന്റെ യുക്തി, അല്ലെങ്കിൽ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ ഇന്ന് ഹജ്ജ് ചെയ്യാൻ സൗകര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, പണമുണ്ട്, പ്രവാചകൻ വിശദീകരിച്ചതുപോലെയുള്ള സാദ്, ഭക്ഷണമുണ്ട്, യാത്രാ സൗകര്യങ്ങളുണ്ട്. എന്നാലും ഹജ്ജിനെ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചാണ് നേരത്തെ ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞത്, അവർക്ക് ഇതുവരെയും റബ്ബിനോടുള്ള സ്നേഹം അവർക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. റബ്ബിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ഈ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഉടനെ അവൻ ഹജ്ജിന് പുറപ്പെടുമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഹജ്ജ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഒന്ന്, വിശ്വാസി സുരക്ഷിതത്വം നേടുക എന്നുള്ളതാണ്. എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി തീരുക എന്നുള്ളതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മൻ ഹജ്ജ ഹാദൽ ബൈത്ത് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാൾ ഈ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു, അവൻ ഭാര്യയുമായി ബന്ധപ്പെടുന്നില്ല, അത്തരം ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചു. വലം യഫ്സുഖ്, ഒരു അധർമ്മവും ഈ ഘട്ടത്തിൽ ഈ സമയത്ത് അവനിൽ നിന്നുണ്ടാകുന്നില്ല എങ്കിൽ അവൻ തിരിച്ചു വരുന്നത് ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ്. ഇതാണ് ഹജ്ജിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യമാവണം, ഹാജിയാവാനല്ല, സമൂഹത്തിൽ നെളിഞ്ഞു നടക്കാനല്ല, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഒരു ഹജ്ജ് ചെയ്യുന്നതിലൂടെ വിശ്വാസിക്കുണ്ടാവരുത്. ഹജ്ജ് പാപങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് സംജാതമാകുന്നതിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സംവിധാനമാണ്. രണ്ടാമത്തത് സ്വർഗപ്രവേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഉംറക്കിടയിൽ ഉള്ള കാലഘട്ടം കഫാറത്താണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ പുണ്യമാക്കപ്പെട്ട ഒരു ഹജ്ജ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അള്ളാഹുവിന്റെ തൃപ്തി നേടണം, അള്ളാഹുവോടുള്ള എന്റെ ഇഷ്ടത്തിന്റെ പരമോന്നതിയാണ് ഹജ്ജ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ, മബ്റൂറായ ഒരു ഹജ്ജ് നിർവഹിക്കുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്നത് സ്വർഗമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇനി ഹാജിയിൽ ഉണ്ടാവേണ്ടത് എന്താണ്? ഹജ്ജും ഉംറയുമൊക്കെ ആഗ്രഹിച്ച ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഉണ്ടാവേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് തഖ്വയാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറ അൽ ബഖറയിലെ 197-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ വിഭവം ഒരുക്കുക, നിങ്ങളൊരുക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും നല്ലത്, ഖൈറായിട്ടുള്ളത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. ഹാജിയിൽ ഉണ്ടാവേണ്ടത് സൂക്ഷ്മതയാണ്. അവന്റെ യാത്രയിൽ, അവന്റെ മുഴുനീളമുള്ള അവന്റെ സഞ്ചാരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവന് കഴിയണം എന്നുള്ളതാണ്. രണ്ടാമത്തത് തവക്കുലാണ്. വീട് വിട്ടാണ് പോകുന്നത്, കുടുംബത്തെ ഉപേക്ഷിച്ചു പോവുകയാണ്, കച്ചവടം ഉപേക്ഷിക്കുന്നു, പലതരത്തിലുള്ള ചിന്തകൾ, ആലോചനകൾ ഉണ്ടാകുന്നു ഹജ്ജിന്റെ വേളകളിൽ.
തൽക്കാലത്തേക്കൊന്നു മാറ്റിവെച്ച് അള്ളാഹുവിലെല്ലാം അർപ്പിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് പോകാൻ കഴിയണം. ഇതാണ് ഹജ്ജിൽ ഉണ്ടാവേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഇത്താഅത്താണ്, സമ്പൂർണമായ അനുസരണമാണ് ഹജ്ജ്. കഴിഞ്ഞ ജുസ്ഇലൊക്കെ അത് വിശദീകരിക്കപ്പെടുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഈ ജുസ്ഇലെ തന്നെയും അംബിയ സൂറത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പരാമർശിക്കുന്നുണ്ട്. സമ്പൂർണമായ അനുസരണം. ഹജ്ജ് എന്ന് പറയുന്നത് കേവലം മിനിറ്റുകൾ കൊണ്ട് തീരുന്ന ഒരു കർമ്മമല്ല, ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ കർമ്മങ്ങളിലൊക്കെ തന്നെയും ചില കർമ്മങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. അവിടെയൊക്കെ ഞാനിത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണ്. സമ്പൂർണമായ അനുസരണമാണ് ആ രംഗത്ത് വേണ്ടത് എന്നുള്ളതാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഹജ്ജ്. 25 സൂറത്തുകളിലായി 69 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, കഴിഞ്ഞ ജുസ്ഉകളുടെ വിശദീകരണത്തിൽ അത് വന്നു കഴിഞ്ഞു. സ്വന്തം പിതാവിന്റെ മുമ്പിൽ പിതാവ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബിംബാരാധനയെ, ബിംബനിർമ്മാണത്തെ ചോദ്യം ചെയ്യുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. പിതാവിന്റെ പ്രതികരണം നമ്മൾ വായിക്കുകയുണ്ടായി. എന്താണ് പിതാവ് പറഞ്ഞത്? എന്റെ ദൈവങ്ങളെ നീ നിഷേധിക്കരുത്, നിന്നെ ഞാൻ കല്ലെറിയുക തന്നെ ചെയ്യും. നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ കല്ലെറിയുക തന്നെ ചെയ്യുമെന്നാണ് പിതാവ് പറഞ്ഞത്. എന്താണ് സമൂഹം പറഞ്ഞത്? സമൂഹത്തിന്റെ മുമ്പിൽ, ഭരണകൂടത്തിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുന്നു. ഈ ഒരു ചരിത്രമാണ് ഹജ്ജിന്റെ വേളയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ധൈഷണികമായ ഒരുപാട് സംവാദങ്ങൾ നടക്കുന്നു. പരീക്ഷിക്കപ്പെടുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. കുടുംബവുമായി മക്കയിലേക്ക് കടന്നു പോകുന്നു. വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയാണ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് ഭാരിച്ച ഒരു ചുമതല നൽകുന്നത്. വിശുദ്ധ കഅബാലയത്തെ പടുത്തുയർത്തണം. വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ശൈഅ വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇസ് സുജൂദ്. സൂറ ഹജ്ജിലെ 26ാമത്തെ വചനമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നാം സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ്. മക്കാനൽ ബൈത്ത്, ആ ഭവനത്തിന്റെ അടുത്ത് തന്നെ ഭവനമൊരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലാ തുശ്രിക് ബി ശൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. വതഹിർ ബൈതിയ ലിത്വാഇഫീൻ, തവാഫിന് വരുന്ന ആളുകൾക്ക് ഈ ഭവനത്തെ ശുദ്ധീകരിച്ചു കൊടുക്കണം പ്രവാചകരെ. വൽഖായിമീന വറുക്കഇസ് സുജൂദ്, നിന്ന് നമസ്കരിക്കുന്ന, റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഈ കഅബാലയത്തെ നീ ശുദ്ധീകരിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന. വഅദ്ദിൻ ഫിന്നാസ്, നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഹജ്ജിനു വേണ്ടി ആളുകളെ വിളിക്കാൻ, വിളംബരം ചെയ്യാനുള്ള കൽപ്പന വരുന്നു. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നോക്കൂ നിങ്ങൾ, 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി. ഇബ്നു കസീർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഫദുകിറ അന്നഹു ഖാൽ യാ റബ്ബ്, പറയപ്പെടുകയുണ്ടായി യാ റബ്ബ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, ചോദിക്കുകയാണ്, വകൈഫ ഉബ്ലിഗുൻ നാസ് വസൗതി ലാ യൻഫുദുഹു. എന്റെ രക്ഷിതാവേ, എന്റെ രക്ഷിതാവേ, എങ്ങനെയാണ് ഞാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഈ സന്ദേശം എത്തിക്കുക? എന്റെ ശബ്ദം അവർ കേൾക്കുന്നില്ലല്ലോ. ഫഖീൽ, പറയപ്പെടുകയുണ്ടായി, നാദി, ഇബ്രാഹിമെ നീ വിളിച്ചുകൊള്ളുക. വ അലൈനൽ ബലാഗ്, എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ബാധ്യത അതെനിക്കാണ്, ഞാനത് എത്തിച്ചു കൊടുക്കും. ഇടതടവില്ലാതെ ഉംറയും ഹജ്ജും ഇന്നുവരെയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെ വിളിയാണത്. ഇറാഖിൽ ജനിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ച പ്രവാചകനാണ്. ധാരാളക്കണക്കിന് പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കടന്നുപോയിട്ടുള്ളത്.
ഞാൻ ആ ചരിത്രം വിശദീകരിക്കുന്നില്ല. സൂര്യചന്ദ്രാദികളെ, നക്ഷത്രങ്ങളെ മുഴുവൻ ആരാധിച്ചിരുന്ന, ഓരോ നക്ഷത്രങ്ങളുടെയും പേരിൽ ദേവാലയങ്ങൾ സൃഷ്ടിച്ചിരുന്ന, നിർമ്മിച്ചിരുന്ന ഒരു സംഘത്തിന്റെ മുമ്പിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദൗത്യവുമായി കടന്നു വന്നത്. പിതാവിനെ ഉപദേശിക്കുന്നു, സമൂഹത്തെ ഉപദേശിക്കുന്നു, ഭരണകൂടത്തെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ തന്റെ ദൗത്യത്തെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ സന്ദേശത്തെ, വഹയിനെ കൈമാറുന്നു. ആ ചരിത്രമെല്ലാം കഴിഞ്ഞ് മക്കയിൽ ചെന്ന് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ആ ചുമതല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കാലം പിന്നിട്ടു. നമ്മൾ ആ മഹത്തായ ഭവനത്തിൽ കാണാനിടയായത് അള്ളാഹു എന്തുദ്ദേശത്തിലാണോ ആ കഅബാലയം പടുത്തുയർത്തിയത്, അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായി. ബഹുദൈവാരാധനയുടെ കേന്ദ്രമായി കഅബ പിന്നീട് മാറിയ ചരിത്രമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇ എന്ന് പറയുന്ന ഖുസാ ഗോത്രക്കാരൻ ഷാമിലേക്ക് എന്തോ ആവശ്യത്തിന് പോയ സമയത്ത് അവിടെ ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകളെ കാണുകയാണ്, ഒരുപാട് വിഗ്രഹങ്ങളെ കാണുകയാണ്. അംർ ഇബ്നു ലുഹൈ ചോദിച്ചു, എന്താണിത്? അവർ പറഞ്ഞത്, ഞങ്ങൾ മഴ ആവശ്യമുള്ള സമയത്ത് ഈ വിഗ്രഹങ്ങളോടാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് മഴ ലഭിക്കാറുണ്ട്, ഞങ്ങൾക്ക് പല നേട്ടങ്ങളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അവിടെ മുതലാണ് അംർ ഇബ്നു ലുഹൈ ഷാമിലുള്ള ആളുകളോട് അവരാരാധിച്ചു കൊണ്ടിരുന്ന ഒരു വിഗ്രഹത്തെ ചോദിച്ചു. ഹുബൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ സ്വീകരിച്ച്, ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുകയാണ്, ഞങ്ങൾക്കും ഉപകാരം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബലിനെ കൊണ്ടുപോവുകയാണ്, കഅബാലയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. വിഗ്രഹാരാധനയുടെ തുടക്കം അവിടെയാണ്. അതോടുകൂടി കഅബാലയം മലീമസമാവുകയാണ്. 300 ചില്ലാനം വിഗ്രഹങ്ങള്, അതിനു പുറമെ പല ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ഫോട്ടോകൾ, അവരുടെ മുമ്പിൽ സങ്കടങ്ങൾ പറയുന്ന, തൗഹീദിൽ നിന്ന്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായും വ്യതിചലിച്ചു പോയ ഒരു സംഘത്തെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനുമായി, വേദവെളിച്ചവുമായി കടന്നു വന്നതോടുകൂടി അവിടെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു ചരിത്രമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കർമ്മമാണെന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹു മനുഷ്യ സമൂഹത്തിന് നൽകുന്ന വലിയ ഒരു ഓഫറാണ് വിശുദ്ധ റമളാനും ഹജ്ജ് എന്ന് പറയുന്നത്. ഈ 2 ആരാധനകൾ, 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള ദിവസമാണ്. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സുദിനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫാത്ത് അഹ്ലസ് സമാഇ ഫയഖൂലു ലഹു. അല്ലാഹു ആകാശത്തുള്ളവരോട്, മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് പറയുന്നത്. ഉൻദുറു ഇലാ ഇബാദി, നോക്കൂ നിങ്ങൾ എൻ്റെ അടിമകളെ നോക്കൂ. അനേകം ദിക്കുകളിൽ നിന്ന് വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് ഇതാ അറഫയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ജാഊനി ശുഅസൻ ഗുബറ, പാറിയ മുടിയുമായി, പൊടിപുരണ്ട ശരീരവുമായി ഇതാ എന്നിലേക്ക് അവർ കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ്. അത്ര ശ്രേഷ്ഠകരമായ ഒരു ദിവസം വേറെയില്ല. ഏറ്റവും കൂടുതൽ നരകമോചനം ലഭിക്കുന്ന ഒരു ദിവസം, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു സുദിനം, ആ ദിവസമാണ് അറഫ എന്ന് പറയുന്നത്. ഹജ്ജിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലതൊക്കെ നമുക്ക് തോന്നും അതൊരു വ്യായാമമാണെന്ന്. പക്ഷേ അത് സമ്പൂർണമായ ഒരു സമർപ്പണമാണ്, സമ്പൂർണമായ ഇത്വാഅത്താണ്. അള്ളാഹുവിനെ സമ്പൂർണമായി അനുസരിക്കുന്ന ഭാഗങ്ങളാണ് അതെല്ലാം. പ്രത്യേകം പ്രാർത്ഥനകളൊന്നും അവിടെയില്ല, ദിക്റുകളില്ല, ദുആകളില്ല. അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ കൂടി ഹജ്ജിലുണ്ട്. ഹജ്ജോടനുബന്ധിച്ച് തന്നെ
വിശ്വാസി സമൂഹം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ് ബലി. പലപ്പോഴും ഇസ്ലാം വിമർശകരൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട്, ബലിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആചാരങ്ങളെയും കർമ്മങ്ങളെയും എല്ലാം വലിയ തോതിൽ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിങ്ങളൊക്കെ ഹജ്ജിന് പോയി അവിടെയുള്ള കല്ലുകൾ ആരാധിക്കുകയാണ്, കല്ലിന്റെ മുമ്പിൽ നമിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെയുള്ള തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിൽ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. കഅബാലയം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അവിടെ ചിത്രങ്ങളില്ല, പ്രതിഷ്ഠകളില്ല, പ്രതിമകളില്ല, രൂപങ്ങളില്ല. ഏകനായ അള്ളാഹുവിനെയാണ് അവിടെ വിളിക്കുന്നത്. പിന്നെ ആ രൂപങ്ങൾ ഒരു പ്രതീകം മാത്രമാണ്. ബലിയും അങ്ങനെ തന്നെയാണ്. അതൊരു ക്രൂരതയാണെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. എല്ലാ സമൂഹങ്ങളിലും ബലി സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി കൊണ്ടുവന്ന ഒരു ആശയവുമല്ല. എല്ലാ സമൂഹത്തിലും അത് ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ കടന്നു വരുന്ന സമയത്തും മക്കയിൽ ബലികർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള മുശ്രിക്കുകൾ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യക്ക് വിരുദ്ധമായിട്ടുള്ള ആ പ്രവാചകൻ കാണിച്ചു കൊടുത്ത ആ പാതയിൽ നിന്ന് ബഹുദൂരം മാറിക്കൊണ്ടാണ് അവരുടെ കർമ്മങ്ങളെല്ലാം അവർ നിർവഹിച്ചിരുന്നത്. ഹജ്ജിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബലിയെ സംബന്ധിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ നമുക്ക് വായിക്കുമ്പോൾ അതും ചരിത്രവും നമ്മളൊന്ന് ഒത്തുനോക്കുന്ന സമയത്ത് ഈ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഹജ്ജിന്റെ വിഷയത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും അവർ തവാഫ് ചെയ്തിരുന്നത് നഗ്നരായിട്ടാണ്. അതുപോലെയുള്ള ഒരുപാട് വ്യതിയാനങ്ങൾ. വീട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് വീടിന്റെ പിൻഭാഗത്തു കൂടെ പോകുന്ന ഒരു സമ്പ്രദായം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. തൽബിയത്തിൽ മാറ്റങ്ങൾ വരുത്തി. അവിടെ ഉണ്ടായിരുന്ന ഓരോ ഗോത്രങ്ങൾക്കും പ്രത്യേകമായ ഇഹ്റാമിന്റെ സ്ഥാനങ്ങൾ അവർ നിർണയിച്ചു. തൽബിയത്തുകൾ തന്നെ വ്യത്യാസപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് വ്യതിയാനങ്ങൾ അവരുടെ ഹജ്ജിൽ നമുക്ക് കാണാൻ കഴിയുന്ന. ബലിയിലും അങ്ങനെ തന്നെ. ബലികർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലെ മാംസങ്ങൾ ശരീരത്തിൽ പുരട്ടുകയും അതുപോലെ തന്നെ വിശുദ്ധ കഅബാലയത്തിന്റെ ചുമരുകളിൽ തേച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്ന ദുഷിച്ച സമ്പ്രദായം ഇന്ന് ചില മതവിഭാഗങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ. ഓരോ സമൂഹത്തിലും ഇത്തരത്തിലുള്ള ആരാധനാകർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലിയദ്കുറുസ്മല്ലാഹ്. എന്തിനാണ് ഇങ്ങനെയുള്ള ബലി സമ്പ്രദായങ്ങൾ, ബലികർമ്മങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്? അള്ളാഹുവിനെ ഓർക്കുന്നതിനു വേണ്ടിയാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനു വേണ്ടിയാണ്. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലികളിൽ നിന്ന്. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്. ബലി നൽകുന്ന സന്ദേശം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ് ഹജ്ജിൽ നിർവഹിക്കുന്നത് പോലെ തന്നെ ബലിയിലും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാണെന്ന പ്രഖ്യാപനമാണ് ബലിയിലൂടെയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പൂർവിക സമൂഹങ്ങളിലും നമ്മൾ കാണുകയാണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. ബലി നിർവഹിക്കുന്നതിലൂടെ മാംസമോ അതുപോലെ തന്നെ അതിന്റെ രക്തമോ ഒന്നും തന്നെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നില്ല. അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാണ്. എത്രമാത്രം അർപ്പണബോധം നിങ്ങൾക്കുണ്ട് എന്നാണ് അള്ളാഹു പരിഗണിക്കുന്നത്. ഇതാണ് ബലിയുടെ ഉദ്ദേശം. ഹജ്ജിന്റെയും ബലിയുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അള്ളയാണ് നിങ്ങൾക്ക് വഴി കാണിച്ചിട്ടുള്ളത്. ആ വഴി കാണിച്ചതിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം. ആരാധനകളൊക്കെ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ്. ഈ ബലി നിങ്ങൾക്ക് വഴിമാറിക്കൂടാ. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഈ കർമ്മം നിർവഹിച്ചു പോയാൽ
അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിം സമൂഹം ഈ രംഗത്ത് എവിടെയാണ്? എത്ര ശൈഖുമാരുടെ പേരിലാണ്, ഔലിയാക്കന്മാരുടെ പേരിലാണ് മൃഗങ്ങളെയും പക്ഷികളെയുമെല്ലാം അറുത്ത് നേർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. മൂന്നാമതൊരു ഭാഗമുണ്ട്, ഈ ജുസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അത് ഹിജ്റയാണ്. ഈ മൂന്ന് വിഷയങ്ങളും പരസ്പരം ബന്ധിതമാണ്. ഹജ്ജും ഹിജ്റയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. വളരെ രസകരമാണ് ആ ബന്ധങ്ങൾ. ഹജ്ജ് പണം മുടക്കുകയാണ്, കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഹജ്ജ്, തൽക്കാലത്തേക്കെങ്കിലും. എന്നാൽ ഹിജ്റ എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത ഒരു യാത്രയാണ്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാം ഉപേക്ഷിച്ചുള്ള യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ പ്രവാചകന്മാരും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പരിഹാസവും പീഡനവും പിന്നീട് ഒരു ഉന്മൂലനത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഹിജ്റയ്ക്കുള്ള അനുമതി പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാടും നമ്മുടെ ലോകവുമെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന, ഉന്മൂലനം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹം നമ്മുടെ നാട്ടിലും ലോകത്തുമെല്ലാം ഉണ്ട്. അവിടെയൊക്കെ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ, പുറത്താക്കപ്പെട്ടവരാണവർ, ഒരു ന്യായവുമില്ല. ഇല്ല അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ ഹിജ്റ പോയിട്ടുള്ളത്. 10-13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിച്ചവരാണ്. ബഹിഷ്കരണമുണ്ടായി, കൊല്ലാൻ പദ്ധതിയിട്ടു പ്രവാചകര്. ആ ഒരു ഘട്ടത്തിലാണ് ഹിജ്റ പോകുന്നത്. പലതും നഷ്ടപ്പെട്ടു. സുഹൈബ് റൂമിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല സുഹൈബേ, ഒന്നും നഷ്ടപ്പെട്ടില്ല. റബിഹ സുഹൈബ്, സുഹൈബെ നീ ലാഭം കൊയ്തിരിക്കുന്നു എന്നാണ് കച്ചവടക്കാരനായ പണക്കാരനായ സുഹൈബിനോട് പറഞ്ഞത്. അവരെ പ്രശംസിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ 207-ാമത്തെ വചനം അവതരിച്ചിട്ടുള്ളത്. വമിനന്നാസ് മയ്യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാ, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം നഫ്സിനെ വിറ്റ ആളുകളുണ്ട്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അല്ലാഹു തന്റെ അടിമകളോട് ഏറെ ദയയുള്ളവനാണ്. ത്യാഗത്തിന്റെ ഈ ഒരു മഹാമനസ്സിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചാണ് സൂറത്തു ഹജ്ജിൽ 58-59 വചനങ്ങളിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. വല്ലദീന ഹാജറു ഫീ സബീലില്ലാ, ഈ ഒരു ഘട്ടം എനിക്കും നിങ്ങൾക്കും ഒക്കെ വരാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്. വല്ലദീന ഹാജറു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയാൽ അവരെ സംബന്ധിച്ചിടത്തോളം സുമ്മ ഖുതിലു ഔ മാതു, കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന, അല്ലാഹു അവർക്ക് ഉപജീവനം നൽകും. ഏറ്റവും നല്ല ഉപജീവനം ഈ ലോകത്തല്ല, പരലോകത്ത്. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. വഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് ആ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. വഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹു ഏറ്റവും നന്നായി റിസ്ഖ് നൽകുന്നവനാണ്. ലയുദ്ഖിലന്നഹും മുദ്ഖലൻ, സൂറത്ത് ഹജ്ജിലെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു സൂചിപ്പിച്ചു, ലയുദ്ഖിലന്നഹും മുദ്ഖലൻ യർലൗനഹു വഇന്നല്ലാഹ ലഅലീമുൻ ഹലീം, അവരെ ഏറ്റവും തൃപ്തികരമായ, അവരിഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നാം അവരെ താമസിപ്പിക്കും. വഇന്നല്ലാഹ ലഅലീമുൻ ഹലീം, അല്ലാഹു സർവജ്ഞനാണ്, ഹലീമാണ്, ക്ഷമാശീലനാണ്. ഹിജ്റ എന്ന് പറയുന്നത് അതിജീവനമാണ്, അതിജീവനമാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസി സമൂഹം അത്തരത്തിലുള്ള കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 8 വർഷങ്ങൾക്ക് മുമ്പ് പിറന്ന നാട്ടിലേക്ക് മടങ്ങാൻ
മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ ഹിജ്റ പോകുന്ന ഒരു ചരിത്രമുണ്ട്. അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ, മക്ക വിജയിച്ചടക്കി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം, ചരിത്രപരമായ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ടായ ആ ദിവസം. അന്തിമമായ വിജയം അത് സത്യവിശ്വാസികൾക്കാണ് എന്ന ഒരു വലിയ സന്ദേശമാണ് ഹിജ്റ കൈമാറുന്നത്. ഹജ്ജ്, ബലി, ഹിജ്റ എന്നൊക്കെ പറയുന്നത് ത്യാഗമാണ്, അധ്വാനമാണ്, ശരീരം കൊണ്ട് നിർവഹിക്കേണ്ട കർമ്മമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ശരിയായ വിധത്തിൽ ഇസ്ലാമിലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ പിഴവുകളും അല്ലാഹു ദൂരീകരിച്ച് മാപ്പ് തന്ന് ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.